നമസ്കാരം. റമു എന്ന ആ ഷിമിഗാമിയുടെ ആ വാചകം യാഗമി റേഷ്യു എന്ന ലൈറ്റിനെ ഒരു നിമിഷം ഒന്ന് നിശബ്ദനാക്കി എന്ന് പറയാം. അവൻ മിസ്സയെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ ആ നിമിഷം അവനെ റമു കൊല്ലുമെന്നാണ് റമു സൂചിപ്പിച്ചത്. ശരിക്കും ഒരു ത്രട്ടനിങ് മെസ്സേജാണ് റമു ലൈറ്റിന് നൽകിയിരിക്കുന്നത്. ലൈറ്റ് റമുവിനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് മിസ്സിയോട് പറഞ്ഞു, മിസ്സ, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നീ എന്നെ കാണാൻ വന്ന ആ നിമിഷം മുതൽ എനിക്ക് തോന്നുന്നത് നീ നിരീക്ഷിക്കപ്പെടുന്നു എന്നാണ്. നിന്നെ നിരീക്ഷിക്കാൻ പോലീസ് സ്വാഭാവികമായിട്ടും ആളുകളെ വെച്ചിട്ടുണ്ടാവും. ഹേയ് റേഷ്യോ, അതെന്താ അങ്ങനെ പറഞ്ഞത്? റേഷ്യോ ആണ് കീരി എന്ന് പോലീസിന് അറിയാമോ? മിസ്സ, എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഈ K2 പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എൻ്റെ പിതാവാണ്. പക്ഷേ എൻ്റെ പിതാവിനെയും ബാക്കിയുള്ള മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെയും ഇപ്പോ നിയന്ത്രിക്കുന്നത് എൽ എന്ന വ്യക്തിയാണ്. അതെനിക്കറിയാലോ റേഷ്യോ, പത്രങ്ങളിലും ടി വിയിലൊക്കെ ആ വാർത്ത വന്നതാണല്ലോ. എല്ലിനെ കുറിച്ച് ഞാനും ടി വിയിൽ സംസാരിച്ചാണല്ലോ. എല്ല് അല്ലെങ്കിൽ യാഗമി ടി വിയിൽ പ്രത്യക്ഷപ്പെടണമെന്ന് ഡ്യൂപ്ലിക്കേറ്റ് കീരാന്ന നിലയിൽ മിസ്സ ടി വിയിലൂടെ പറഞ്ഞതാണ്. അക്കാര്യം മിസ്സയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എല്ലിനെ കുറിച്ച് മിസ്സയ്ക്ക് നന്നായിട്ട് അറിയാം. മിസ്സ, ഈ എല്ല് എന്നെ സംശയിക്കുന്നുണ്ട്. ഹേയ് റേഷ്യോ, പോലീസ് ചീഫ് യാഗമിയുടെ മകനല്ലേ? എന്നിട്ടും നിന്നെ എല്ല് സംശയിക്കൂ. അതെന്താ സംഭവം? മിസ്സ, ഞാൻ കൊലപ്പെടുത്തിയ ആളുകൾക്കൊക്കെ ഒരു പശ്ചാത്തലമുണ്ട്. അതെ, അതെനിക്കറിയാം. അവരൊക്കെ ക്രിമിനൽസ് ആണല്ലോ. അതെ മിസ്സ, അവരൊക്കെ ക്രിമിനൽസ് ആണ്. ആ ക്രിമിനലുകളെ കുറിച്ചുള്ള ഡേറ്റ പോലീസിന്റെ കയ്യിൽ മാത്രമുള്ളതാണ്. ആ ഡേറ്റ പോലീസ് അറിയാതെ പുറത്തു പോകാൻ ഒരു സാധ്യതയുമില്ല. ആ ഡേറ്റ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം പോലീസുമായി ബന്ധമുള്ള ആരുടെയോ കയ്യിൽ നിന്ന് ഡേറ്റ ചോർന്നെന്നാണ്. അങ്ങനെ ഒരു സംശയം തോന്നിയ എല്ല് സകല പോലീസ് ഉദ്യോഗസ്ഥരെയും നിരീക്ഷിക്കാനായി ആളുകളെ വെച്ചിട്ടുണ്ട്. അവർ അങ്ങനെ ഈ വീടും നിരീക്ഷണത്തിന് വിധേയമാക്കിയിരുന്നു. ലൈറ്റ് പറയുന്ന കാര്യം വളരെ ശ്രദ്ധാപൂർവം മിസ്സ കേൾക്കുകയാണ്. ഏയ് റേഷ്യോ, റേഷ്യോ പറഞ്ഞു വരുന്നത് അങ്ങനെ നിരീക്ഷിച്ചവർ റേഷ്യോ ആണ് കീര എന്ന് കണ്ടെത്തിയെന്നാണോ? മിസ്സ, അവരെ കണ്ടെത്തി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് സംശയമുണ്ട്. എൻ്റെ വീട് നിരീക്ഷിച്ചിരുന്ന ആളുകൾ സ്വാഭാവികമായും കൊല്ലപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽപ്പെടും. റേഷ്യോ അത് പറഞ്ഞപ്പോൾ മിസ്സയ്ക്ക് കാര്യം മനസ്സിലായി. റേഷ്യോ നിരീക്ഷിച്ചിരുന്ന ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സംശയം റേഷ്യോയിലേക്ക് വരും. എല്ല് റേഷ്യോ സംശയിച്ചു തുടങ്ങിയതിന് അപ്പോ കാരണമുണ്ട്. മിസ്സ, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. റേഷ്യോ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാ കൈകാര്യം ചെയ്തതെന്ന്. എൻ്റെ കയ്യിലുള്ള ടേപ്പൊക്കെ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് വിദൂര സ്ഥലങ്ങളിൽ പോയാണ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും ഞാനാണത് പോസ്റ്റ് ചെയ്തെന്ന് കണ്ടുപിടിക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറ്റത്തില്ല. അക്കാര്യം മിസ്സയ്ക്ക് 100% ഉറപ്പാണ്. മിസ്സ അങ്ങനെ തീർത്തു പറഞ്ഞതും റേഷ്യോ മിസ്സിയോട് പറഞ്ഞു, മിസ്സ, അവിടെയാണ് നീ ശരിക്കും കാര്യങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. എല്ല് ഒരു അസാധ്യ പ്രതിഭാസമാണ്. ഏയ് റേഷ്യോ, റേഷ്യോക്ക് എല്ലാം അറിയൂ. മിസ്സ, എനിക്ക് എല്ലിനെ അറിയാം. ഞാനും എല്ലും ഇപ്പോ ഒറ്റ മിഷനിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. റേഷ്യോ എന്താ പറഞ്ഞ? റേഷ്യോ ഇപ്പോ എല്ലിനോടൊപ്പം ഒന്നിച്ച് ചേർന്ന് വർക്ക് ചെയ്യണമെന്നും? അത് മിസ്സ, എല്ലെന്ന പേരുള്ള ഒരാളുമായി ഒന്നിച്ച് ചേർന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് കീരെ പിടികൂടാനാണ്. അത് കൊള്ളാം. കീരെ പിടികൂടാനായിട്ട് കീര തന്നെ മിഷന്റെ ഭാഗമാകുക. കൊള്ളാം റേഷ്യോ, കൊള്ളാം. മിസ്സയ്ക്ക് യാഗമി റേഷ്യോയുടെ ആ ആക്ടിവിറ്റി ശരിക്കും ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവൾ യാഗമി റേഷ്യോട് പറഞ്ഞു, റേഷ്യോ, ഞാൻ എന്തായാലും റേഷ്യോക്കൊപ്പം ഉണ്ടാവും. ഇന്നു മുതൽ ഞാൻ റേഷ്യോയുടെ ഗേൾഫ്രണ്ടാണ്. എന്നെ ഗേൾഫ്രണ്ട് ആക്കിക്കൂടെ? മിസ്സ, അതങ്ങനെ ശരിയാകും. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് അധിക ദിവസങ്ങളായിട്ടില്ലല്ലോ. അതിനു മുമ്പ് ഞാൻ നിന്നെ ഗേൾഫ്രണ്ട് ആക്കിയാൽ എന്നെ നിരീക്ഷിക്കുന്നവർ ഉറപ്പായും നിന്നെ കണ്ടുപിടിക്കും. എൻ്റെ പുതിയ ഗേൾഫ്രണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കീരയാണെന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് അധികം സമയമൊന്നും വേണ്ടി വരില്ല. റേഷ്യോ, പോലീസിന് അങ്ങനെയൊക്കെ പറ്റുമോ? റേഷ്യോ കോളേജിൽ പോകുന്ന കുട്ടിയല്ലേ, സ്വാഭാവികമായിട്ടും ഒരുപാട് പെൺകുട്ടികളെ പരിചയപ്പെടുന്ന ആളല്ലേ. ഏയ് മിസ്സ, നിനക്ക് എല്ലിനെ കൃത്യമായും മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഏയ് റേഷ്യോ, ഞാൻ വേണമെങ്കിൽ നിന്നെ സഹായിക്കാം. നീ എല്ലിനെ എന്നൊന്ന് കാണിച്ചെന്നാ മതി. അവന്റെ യഥാർത്ഥ പേര് ഞാൻ അപ്പൊ കണ്ടുപിടിക്കാം. മിസ്സയ്ക്കുള്ള ഏറ്റവും വലിയ കഴിവ് അതാണ്. അവളുടെ ലൈഫിന്റെ പകുതി ത്യജിച്ചിട്ടാണ്
ആ കപ്പാസിറ്റി നേടിയിരിക്കുന്നത്. അവൾക്ക് ഒരാളെ നോക്കുമ്പോൾ ആ ആളിന്റെ യഥാർത്ഥ പേര് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മിസ്സ, ഞാനും അതാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ എല്ല് താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു കാരണവശാലും നിന്നെ കൊണ്ടുചെല്ലാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ നീയുമായി അവിടെ എത്തിയാൽ അവര് നിന്നെ അകത്തേക്ക് അയച്ചു വിടില്ല. എന്റെ സെൽഫോൺ പോലും അകത്തേക്ക് കൊണ്ടുപോകാൻ അവർ സമ്മതിക്കാറില്ല. ശരിക്കും ഹൈ സെക്യൂരിറ്റിയാണ്. ആ ബിൽഡിങ്ങിലേക്ക് എല്ല് എപ്പോൾ വരുന്നു എന്നോ എപ്പോൾ പോകുന്നു എന്നോ ആർക്കും പറയാൻ പറ്റില്ല. ഒരു തരത്തിലുള്ള പിക്ചറും എല്ലിൻ്റെതായി അവശേഷിപ്പിക്കാറുമില്ല. എല്ലിന്റെ ഫോട്ടോ എടുക്കാൻ ഒരു സംവിധാനവും ഇല്ല എന്നർത്ഥം. എല്ലിനെ കൃത്യമായിട്ടും ലൈറ്റിനിപ്പോൾ അറിയാം. എല്ല് സ്വയം പരിചയപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം റേഷ്യയുടെ അച്ഛൻ യാഗമി അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും യാഗമി റേഷ്യയ്ക്ക് ഒരു സംശയം നിലനിൽക്കുകയാണ്. ഞങ്ങൾ എൽ എന്നാണ് എല്ല് പൊതുവെ സംബോധന ചെയ്യുക. അങ്ങനെ സംബോധന ചെയ്യുമ്പോൾ അതിൽ ഒരു കുഴപ്പമുണ്ട്. എല്ല് ഒരാളല്ല എന്നതാണ് ആ സൂചന. അനവധി ആളുകളുടെ ഗ്രൂപ്പ് ആയിരിക്കാം എൽ. അതിൽ യഥാർത്ഥ എല്ല് ആരാണെന്ന് ആർക്കും അറിയത്തില്ല. എൽ എന്ന ആ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയാകുമോ താൻ ഇതുവരെ എല്ലെന്ന് പറഞ്ഞ് പരിചയപ്പെട്ടിരിക്കുക? അങ്ങനെ ഒരു സംശയം ലൈറ്റിന്റെ മനസ്സിലുണ്ട്. ഒരു വ്യക്തിത്വക്കുറവ് ലൈറ്റിനുണ്ട്. യഥാർത്ഥ എല്ലിനെ അല്ല താൻ കൊല്ലുന്നതെങ്കിൽ അത് പ്രശ്നമുണ്ടാക്കും. ആ ഒറ്റ കാരണത്താൽ താൻ പിടിക്കപ്പെടും. അക്കാര്യം ലൈറ്റ് 100% ഉറപ്പാണ്. ആ ചിന്ത മനസ്സിലേക്ക് വന്നതും ലൈറ്റ് മിസ്സിയോട് പറഞ്ഞു, മിസ്സ, ശരിക്കും എനിക്ക് എല്ലാണ് എൻ്റെ കൂടെ ഉള്ളതെന്നുള്ള കാര്യം ഇതുവരെയും ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. അയാളും അച്ഛനും മറ്റുള്ളവരൊക്കെ സൂചിപ്പിക്കുന്നത് അയാൾ എല്ലാണെന്നാണ്. പക്ഷെ അയാൾ തന്നെ അയാൾ ഗ്രൂപ്പ് ഓഫ് എല്ലിന്റെ ഭാഗമാണെന്ന് കൂടെ പറയാറുമുണ്ട്. ആ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിക്കും അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിക്കും ആലോചിച്ച് വേണം. ഓക്കെ റേഷ്യോ എന്ത് പറഞ്ഞാലും ഞാൻ റേഷ്യോയുടെ കൂടെ നിൽക്കാം. റേഷ്യോ, ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടത്? മിസ്സ, നീയുമായിട്ട് എനിക്ക് ബന്ധം തുടരണമെങ്കിൽ ഞാൻ കൂടുതൽ പെൺകുട്ടികളുമായി അടുപ്പം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഏയ് റേഷ്യോ, അതൊന്നും പറ്റത്തില്ല. ഏയ് മിസ്സ, നീ എന്താ അങ്ങനെ പറഞ്ഞേ? റേഷ്യോ, ഞാൻ മാത്രമാണ് നിന്റെ ഗേൾ ഫ്രണ്ട്. വേറെ പെൺകുട്ടികളുമായി നീ അടുപ്പം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഞാൻ അനുവദിക്കും? മിസ്സ, നിന്നോട് എനിക്ക് സംസാരിക്കണമെങ്കിൽ ഞാൻ വേറെ പെൺകുട്ടികളുമായിട്ടും സംസാരിക്കണം. പോലീസിന്റെ ശ്രദ്ധ ഒരുപാട് പെൺകുട്ടികളിലേക്ക് വന്നാൽ മാത്രമേ അതിൽ ഒരാളായ നിന്നോട് സംസാരിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ നിന്നോട് മാത്രം ഞാൻ സംസാരിച്ചു തുടങ്ങിയാൽ സകല ശ്രദ്ധയും നിന്നിലേക്ക് വരും. നീ ഡ്യൂപ്ലിക്കേറ്റ് കീരിയാണെന്ന് കണ്ടുപിടിക്കാൻ എല്ലിന് അധികം സമയം പിന്നെ വേണ്ടി വരില്ല. എല്ലെന്ന ബുദ്ധിരാക്ഷസന് അക്കാര്യം നിഷ്പ്രയാസം പറ്റുമെന്ന് ലൈറ്റിന് അറിയാം. ലൈറ്റ് അങ്ങനെ പറഞ്ഞപ്പോൾ മിസ്സ അവസാനം മനസ്സോടെ സമ്മതിച്ചു. അവൾ ശരിക്കും വിഷമത്തോടെയാണെങ്കിലും മറ്റ് ഗേൾ ഫ്രണ്ടുകളും ലൈറ്റിനാകാമെന്ന് സമ്മതിച്ചതും ലൈറ്റ് മിസ്സിയോട് അവളുടെ ടെലിഫോൺ നമ്പർ ചോദിച്ചു. ഏയ് ലൈറ്റ് നമ്പർ പറയും, ഞാൻ ഡയൽ ചെയ്യാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ ഒരു മൊബൈൽ ഫോൺ എടുത്തു. അത് കണ്ടതും ലൈറ്റ് മിസ്സിയോട് പറഞ്ഞു, മിസ്സ, എന്റെ നമ്പർ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്റെ നമ്പർ ഞാൻ ഉപയോഗിച്ചാൽ പോലീസിന് നിന്നെ കണ്ടുപിടിക്കാൻ പിന്നെ ഒരു ബുദ്ധിമുട്ടും വരില്ല. എന്റെ നമ്പർ ഉറപ്പായും പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും. ഞാൻ ആരെ കോണ്ടാക്ട് ചെയ്താലും പോലീസിന് ആ വിവരം അപ്പോൾ തന്നെ കിട്ടും. ശരിക്കും എന്റെ ഫോൺ അവർ 24 മണിക്കൂറും കേട്ടുകൊണ്ടിരിക്കുകയും ഞാൻ ഫോണിലൂടെ എന്ത് സംസാരിച്ചാലും അത് അവർ കേൾക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും എന്റെ ഫോൺ നമ്പറിലേക്ക് നിനക്ക് വിളിക്കാൻ പറ്റില്ല. അങ്ങനെ റേഷ്യോ പറഞ്ഞതും മിസ്സ അവളുടെ ബാഗിൽ നിന്ന് ഒരു ഫോൺ കൂടി പുറത്തെടുത്ത് അത് റേഷ്യോയുടെ കയ്യിലേക്ക് കൊടുത്തു. റേഷ്യോ, എന്റെ കയ്യിൽ 3 ഫോണുണ്ട്, 3 നമ്പറും. ഈ ഫോണ് റേഷ്യോ വെച്ചു. റേഷ്യക്ക് ഇപ്പോ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണല്ലോ. ഒരു സെലിബ്രിറ്റിയായ മിസ്സയ്ക്ക് അവളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സ്പെഷ്യൽ ഫോൺ അവൾ കയ്യിൽ കരുതിയിരുന്നത്. ആ ഫോണാണ് അവൾ ഇപ്പോ റേഷ്യോക്ക് കൊടുത്തത്. വളരെ സന്തോഷത്തോടുകൂടി ഫോണിലേക്ക് നോക്കുന്ന റേഷ്യോടായി മിസ്സ പറഞ്ഞു, ഏയ് റേഷ്യോ, അപ്പൊ എനിക്ക് എല്ലാ ദിവസവും രാത്രി ഈ ഫോണിൽ നിന്നെ വിളിച്ച് സംസാരിക്കാലോ? ഏയ് മിസ്സ, അത് പറ്റത്തില്ല. അങ്ങനെ വിളിക്കാൻ പാടില്ല. ഞാൻ നിരീക്ഷണത്തിലാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇവിടെ വരുന്ന മറ്റാളുകളും സ്വാഭാവികമായും നിരീക്ഷണത്തിലാകും. നീ എന്നെ വിളിക്കുകയാണെങ്കിൽ അവർ ആ നിമിഷം മുതൽ നിന്റെ ഫോണും നിരീക്ഷണത്തിൽ വയ്ക്കും. അത് വേണ്ട, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കുക, അതാണ് എളുപ്പം. അതുവരെ ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് റേഷ്യോ ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. റേഷ്യോ അങ്ങോട്ട് വിളിച്ചാലും മിസ് ഇങ്ങോട്ട് വിളിച്ചാലും മിസ്സയെ പോലീസ് നിരീക്ഷിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ കോള് പോലീസിന്റെ നിരീക്ഷണം എത്തുമെന്ന് ലൈറ്റ് ആ നിമിഷത്ത് ആലോചിച്ചില്ല എന്നാണ് ശരി. എന്നാൽ മിസ്സ റേഷ്യക്ക് കൊടുത്ത ഫോണ് റേഷ്യയും മിസ്സയും ഒരുപോലെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. ആ നിമിഷത്തിലാണ് വാതിൽക്കൽ ഒരു മുട്ട് കേട്ടത്. റേഷ്യോ അങ്ങനെ വിളിച്ചുകൊണ്ട് വാതിൽക്കൽ മുട്ടിയത് അവന്റെ അമ്മയാണ്. അമ്മ തുറന്നോളൂ. റേഷ്യോ മറുപടി പറഞ്ഞതും റേഷ്യോയുടെ അമ്മ വാതിൽ തുറന്നു. ഏയ് റേഷ്യോ, ഇപ്പോ സമയം 11:30 മിസ്സയ്ക്ക് ട്രെയിൻ കിട്ടില്ല.
അങ്ങനെ റേഷ്യുടെ അമ്മ പറഞ്ഞതും റേഷ്യയും മിസ്സയും കൂടി ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോ റേഷ്യയുടെ കയ്യിലാണ് മിസ്സയുടെ ആ ഡെത്ത് നോട്ട് ഉള്ളത്. പക്ഷേ മിസ്സയ്ക്ക് ഇപ്പോഴും ആ എബിലിറ്റി ഉണ്ട്. അവൾക്ക് ആരെ കണ്ടാലും ആ ആളുടെ യഥാർത്ഥ പേര് കൃത്യമായി തിരിച്ചറിയാൻ പറ്റും. ആ എബിലിറ്റിയുമായി മിസ്സ ലൈറ്റിനൊപ്പം മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ലൈറ്റിന്റെ സഹോദരി നിൽക്കുകയാണ്. ലൈറ്റിന്റെ സഹോദരിയും ലൈറ്റിന്റെ അമ്മയും അവരെ ഫോളോ ചെയ്ത് റോഡിലേക്ക് എത്തി. അവിടെ എത്തിയതും ലൈറ്റിന്റെ അമ്മ ലൈറ്റിനോട് പറഞ്ഞു, ഏയ് ലൈറ്റ്, നീ മിസ്സയെ സ്റ്റേഷൻ വരെ കൊണ്ടാക്ക്. അതെ ചേട്ടാ, മിസ്സയെ സ്റ്റേഷൻ വരെ കൊണ്ടാക്ക്, രാത്രിയല്ലേ. അങ്ങനെ റേഷ്യയുടെ സഹോദരിയും അമ്മയും പറഞ്ഞപ്പോൾ റേഷ്യോ ചുറ്റും നോക്കിയിട്ട് മിസ്സയോട് പതുക്കെ ശബ്ദം താഴ്ത്തി പറഞ്ഞു, മിസ്സ, ഞാൻ കൂടെ വന്നാൽ നമ്മളെ നിരീക്ഷിക്കുന്നവർ ഉറപ്പായും കണ്ടുപിടിക്കും. അമ്മയ്ക്കും സഹോദരിക്കും കേൾക്കാൻ പറ്റാത്തത്ര ശബ്ദം താഴ്ത്തിയാണ് റേഷ്യോ മിസ്സയോട് സംസാരിച്ച് ഒന്ന് രണ്ട് സ്റ്റെപ്പ് നടന്നിട്ട് റേഷ്യോ മിസ്സയോട് പറഞ്ഞു, മിസ്സ, നീ റോഡിലൂടെ നടക്കുമ്പോൾ റമുവിനോട് സംസാരിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ. സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തിയ സംസാരിക്കാവൂ. ആർക്കും ഒരു തരത്തിലുള്ള സംശയം തോന്നരുത്. മിസ്സയ്ക്ക് മാത്രം കാണാൻ കഴിയുന്ന റെമോ എന്ന ആ ഗോഡ് ഓഫ് ഡെത്തിനോട് സംസാരിച്ചുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും മിസ്സ റോഡിലൂടെ നടക്കാൻ സാധ്യതയുള്ളത്. ആ സമയത്ത് അവരുടെ വീട് നിരീക്ഷിക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു സംശയം തോന്നാൻ സാധ്യതയുണ്ട്. ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി റോഡിലൂടെ സംസാരിച്ചു നടക്കുന്ന കാണുമ്പോൾ ആർക്കായാലും ഒരു അതിശയവും ഒരു അമ്പരപ്പൊക്കെ തോന്നും. വളരെ ക്ലോസപ്പിൽ അവളുടെ വിഷ്വൽ എടുക്കുകയാണെങ്കിൽ അവൾ സംസാരിക്കുന്നത് അവളുടെ ചുണ്ടനക്കത്ത് നിന്ന് കണ്ടുപിടിക്കാനും പറ്റും. ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ലൈറ്റ് മിസ്സിയോട് സംസാരത്തിൽ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിച്ചത്. ലൈറ്റ് മിസ്സിയോട് അത്രയും പറഞ്ഞു കഴിഞ്ഞതും മിസ്സ ലൈറ്റിനോട് യാത്ര പറഞ്ഞ് റോഡിലൂടെ പതുക്കെ നടന്നു തുടങ്ങി. ഈ സമയത്ത് ആ റോഡിന്റെ എതിർഭാഗത്ത് ഒരു പോസ്റ്റിന് സമീപത്തായി ഒരാൾ നിൽക്കുകയാണ്. അയാൾ കുറെ നേരമായി അവിടെ നിൽക്കുകയാണ്. എല്ലാം ആവശ്യപ്പെട്ട അനുസരിച്ച് ലൈറ്റിന്റെ വീട് നിരീക്ഷിക്കാനായി നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് അവിടെ നിൽക്കുന്നത്. അയാൾ ലൈറ്റിനൊപ്പം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ആ പെൺകുട്ടിയെ കാണുകയും ചെയ്തു. ലൈറ്റിന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കുമോ ആ പെൺകുട്ടി? അങ്ങനെ ഒരു ചോദ്യം അയാളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സംഭവം അയാൾ അയാളുടെ കയ്യിലുള്ള ഡയറിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ആ പെൺകുട്ടിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തിരക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അയാൾ മനസ്സിൽ തീരുമാനം എടുക്കുമ്പോഴേക്കും ലൈറ്റ് അമ്മയ്ക്കും സഹോദരിക്കൊപ്പം മുറിക്കകത്തേക്ക് കയറിയിരുന്നു. വാതിലടഞ്ഞതും ലൈറ്റ് അമ്മയോടും സഹോദരിയോടുമായി പറഞ്ഞു, അമ്മ, ഇവിടെ മിസ്സ വന്നിരുന്ന കാര്യം ആരോടും പറയണ്ട, അച്ഛനോടും പറയണ്ട. ഹേയ് ചേട്ടാ, അച്ഛൻ അറിയാതുള്ള ചുറ്റുകളിയാണല്ലേ? പെട്ടെന്ന് ലൈറ്റിന്റെ അനുജത്തി റേഷ്യോട് അങ്ങനെ ചോദിച്ചതും റേഷ്യോ ചിരിച്ചുകൊണ്ട് അവന്റെ അനുജത്തോട് പറഞ്ഞു, ഹേയ് അങ്ങനെയൊന്നുമല്ല, അവള് ഒരു സെലിബ്രിറ്റി അല്ലേ, അവള് ഇവിടെ വന്നിരുന്നു എന്ന് അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റാളുകളൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. അത് അവൾക്കും നമുക്കും നല്ലതല്ല. അച്ഛൻ അറിഞ്ഞാലും സ്വാഭാവികമായിട്ട് അച്ഛൻ പല ചോദ്യങ്ങളും ചോദിക്കും. ഇപ്പൊ എന്തിനാ അവൾ അതൊക്കെ പബ്ലിക് ആക്കുന്നത്? അങ്ങനെ റേഷ്യോ പറഞ്ഞതും റേഷ്യോയുടെ അമ്മയും സഹോദരിയും അവനോട് ആ വിവരം രഹസ്യമായി സൂക്ഷിക്കാമെന്ന് സൂചിപ്പിച്ചു. മിസ്സ അവിടെ വരുന്ന കാര്യം യാഗമിയോട് പറയില്ല എന്ന് യാഗമിയുടെ ഭാര്യ റേഷ്യോട് സമ്മതിക്കുകയാണ്. നേരം വെളുത്തപ്പോ റേഷ്യോ പതുപോലെ കോളേജിലേക്ക് തിരിച്ചു. റേഷ്യോ റെഗുലർ ആയിട്ട് കോളേജിൽ പോയി തുടങ്ങിയിട്ട് അധിക ദിവസമായിട്ടില്ല. അന്ന് റേഷ്യോ ഒരു സുന്ദരി പെൺകുട്ടിയുടെ അടുത്താണ് ചെന്നിരുന്നത്. അപ്രതീക്ഷിതമായി റേഷ്യോ ആ പെൺകുട്ടിയുടെ അടുത്ത് വന്നിരുന്നപ്പോൾ ആ പെൺകുട്ടിയുടെ മുഖത്ത് ഒരു ചുവപ്പ്. അവൾ റേഷ്യോ പതിവായി ശ്രദ്ധിക്കുന്ന ആളാണ്. റേഷ്യോ അവളെ ശ്രദ്ധിക്കാതെ മുൻബെഞ്ചിൽ പോയിരിക്കുകയാണ് പതിവ്. ഇപ്പൊ ഇന്ന് റേഷ്യോ അവളുടെ അടുത്ത് തന്നെ വന്നിരിക്കുകയാണ്. ഹേയ് റേഷ്യോ, എന്താ പതിവില്ലാതെ ഇവിടെ? ഹേയ് സാഗമേ, അങ്ങനെയൊന്നുമില്ല, ഇന്ന് നിന്നെ കണ്ടപ്പോൾ ഇവിടെ ഇരിക്കണമെന്ന് തോന്നി. പതുക്കെ അവർ തമ്മിൽ സംസാരിച്ചു തുടങ്ങിയാണ്. സാഗമേ എന്ന പേര് റേഷ്യോയ്ക്ക് അറിയാമെന്നും സാഗമയെ റേഷ്യോ ശ്രദ്ധിക്കാറുണ്ടായിരുന്നുവെന്നും സംഭാഷണത്തിനിടയിൽ നിന്ന് സാഗമയ്ക്ക് മനസ്സിലായി. സാഗമയെ ആ ക്ലാസ്സിലെ സുന്ദരിയാണ്. സാഗമയെ കമ്പനി അടിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ആ ക്ലാസ്സിനകത്തുണ്ട്. അവരൊക്കെ ലേശം അമ്പരപ്പോടെയും അത്ഭുതത്തോടെയുമാണ് സാഗമയും റേഷ്യോയും നോക്കിക്കണ്ടത്. അവര് നല്ല ജോഡിയാണല്ലോ, അറിയാതെ ചിലരൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സംഭവം കുറച്ച് ദൂരെ മറ്റൊരു കെട്ടിടത്തിലെ ജനാലയിൽ കൂടി ഒരാൾ ബൈനോക്കുലറിൽ വീക്ഷിക്കുന്നുണ്ട്. ശരിക്കും ആ ക്ലാസ്സിൽ റേഷ്യോ ഇരിക്കുന്നത് അയാൾക്ക് കൃത്യമായി കാണാം. അയാൾ റേഷ്യോയെ നിരീക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാൾക്ക് ശരിക്കും അത്ഭുതം തോന്നുകയാണ്. തലേദിവസം രാത്രി റേഷ്യോ മറ്റൊരു പെൺകുട്ടിയോട് സംസാരിക്കുന്നതാണ് അയാൾ കണ്ടത്. ഇപ്പൊ സുന്ദരിയായ വേറൊരു പെൺകുട്ടി. ഇവന് ഇത്രയും പെൺകുട്ടികളുമായി എങ്ങനെ പരിചയം? അങ്ങനെ ഒരു ചിന്തയാണ് ആ പോലീസുകാരുടെ മനസ്സിലേക്ക് വന്നത്. എന്തായാലും അയാൾ ആ വിവരവും നോട്ട് ചെയ്തു. അന്ന് രാവിലത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ റേഷ്യോ ആ പെൺകുട്ടിയോട് ഒന്നിച്ചാണ് ക്യാൻറ്റീനിലേക്ക് നടന്നത്. ക്യാൻറ്റീനിൽ പോയ അവർ
പലരെയും ശ്രദ്ധപ്പെടുകയാണ്. രണ്ടുപേരും കൂടി കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും അവരെ വളഞ്ഞു നിന്ന് സംസാരിക്കുന്നുണ്ട്. ശരിക്കും ഈ റേഷ്യോ കോളേജിലെ ഒരു താരമായി മാറാനുള്ള സർവ്വസാധ്യതയും ആ പോലീസുകാരൻ കൃത്യമായി കാണുന്നുണ്ട്. ചില സമയത്ത് അയാളുടെ ദൃഷ്ടിയിൽ നിന്ന് റേഷ്യോ അങ്ങ് മറയും. റേഷ്യോ കടന്നു പോകുന്ന എല്ലാ വഴിയിലും അയാളുടെ ആ ബൈനോക്കുലറിന്റെ വിഷയം കിട്ടത്തില്ല. കാണുന്ന സമയത്തൊക്കെ റേഷ്യോടൊപ്പം ആ പെൺകുട്ടിയുണ്ട്. ഏകദേശം ഒരു ഉച്ചയാകാറായപ്പോ റേഷ്യോ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി ഗ്രൗണ്ടിന്റെ ഭാഗത്തേക്ക് നടക്കുകയാണ്. ഗ്രൗണ്ടിന്റെ ഭാഗത്തേക്ക് റേഷ്യോ നടന്നപ്പോ റേഷ്യോ പെട്ടെന്നാണ് ആ കാഴ്ച കണ്ടത്. ഗ്രൗണ്ടിന് സമീപത്തുള്ള ഒരു ബെഞ്ചിന്റെ മുകളിൽ ഒരാൾ അങ്ങനെ ഇരിക്കുകയാണ്. ബെഞ്ചിന് മുകളിൽ ഒരാൾ അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴേ എല്ലിന്റെ മുഖം ലൈറ്റിന്റെ മനസ്സിലേക്ക് ഓടിയെത്തും. എല്ല് ഇരിക്കുന്നത് പോലെ ഒരാൾ ഇരിക്കുകയാണ്. രണ്ട് കാലും ബെഞ്ചിന്റെ മുകളിലേക്ക് എടുത്തു വെച്ച് ഒരു കുത്തിയിരിക്കുന്ന സ്വഭാവമാണ് എല്ലിനുള്ളത്. അതുപോലെയാണ് ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നത്. ലൈറ്റ് പെട്ടെന്ന് അമ്പരപ്പോടെ അങ്ങോട്ട് നോക്കിയതും ലൈറ്റിന് ആ കാര്യം മനസ്സിലായി. അത് എല്ല് തന്നെയാണ്. എല്ലിനെ കണ്ട് ലൈറ്റ് നടന്ന് എല്ലിനടുത്തെത്തി. ഏയ് എൽ, എന്താ ഇവിടെ? ലൈറ്റ്, അതെന്ത് ചോദ്യമാണ്? ഞാൻ ഈ കോളേജിലെ വിദ്യാർത്ഥിയല്ലേ, അപ്പൊ പിന്നെ കോളേജ് വരണ്ടേ? ഏയ് അതല്ല എൽ, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഓഫീസിലായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. ഏയ് ലൈറ്റ്, ഞാന് സത്യമായിട്ടും ഈ ഭാഗങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടി അന്ന് ആ ടെന്നീസ് കളിച്ചത് ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. സത്യമായിട്ടും അതുപോലെ ഒരു മാച്ച് വീണ്ടും നടത്തിയാലൊന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതെ അതെ എൽ, എനിക്കും സത്യത്തിൽ ആ മാച്ച് ശരിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ടെന്നീസ് കളി ഏതാണ്ട് നിർത്തി വെച്ചിരിക്കുമ്പോഴാണ് അന്ന് എല്ല് എന്നെ കളിക്കാനായി വിളിച്ചത്. ശരിക്കും അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. സമയം കിട്ടുമ്പോഴൊക്കെ നമുക്കൊന്ന് കളിക്കണം. ലൈറ്റും എല്ലും ഏതാണ്ട് സുഹൃത്തുക്കളെ പോലെ സംസാരിക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭാഷണ വിഷയം അവസാനം കീരിയിലെത്തി. എൽ, എന്തായി നിങ്ങളുടെ അന്വേഷണമൊക്കെ? ലൈറ്റ്, കീരിയും ആ ഡ്യൂപ്ലിക്കേറ്റ് കീരിയും തമ്മിൽ കണ്ടുവെന്ന് ഏതാണ്ട് എനിക്ക് 100% ഉറപ്പാണ്. എൽ, എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, അന്ന് ടിവിയിൽ അവസാനമായി ആ ഡ്യൂപ്ലിക്കേറ്റ് കീര ഇട്ട മെസ്സേജ് കീരയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണല്ലോ. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് കീര പറയണമെങ്കിൽ എനിക്കറിയാം അവർ തമ്മിൽ കണ്ടു കാണുമെന്ന്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത്. റേഷ്യോ! ശബ്ദം കേട്ട് റേഷ്യോ തിരിയുമ്പോൾ റേഷ്യോ കാണുന്നത് സാക്ഷാൽ മിസ്സയാണ്. മിസ്സ റേഷ്യോ കണ്ട് റേഷ്യോ അടുത്തേക്ക് ഓടി വന്നു. മിസ്സ, നീ എന്താ ഇവിടെ? റേഷ്യോ, ഞാനൊരു ഷൂട്ടുമായി ബന്ധിപ്പിച്ച് ഈ കോളേജിലേക്ക് വന്നതാണ്. ഇത് റേഷ്യോയുടെ കോളേജാണെന്നുള്ള കാര്യം ഞാൻ സത്യത്തിൽ മറന്നുപോയിരുന്നു. ഏതായാലും റേഷ്യോ കണ്ടത് നന്നായി. അങ്ങനെ പറഞ്ഞുകൊണ്ട് മിസ്സ വാതോരാതെ സംസാരിക്കുകയാണ്. ലൈറ്റ് മിസ്സയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ എല്ല് വളരെ കൗതുകപൂർവ്വം ലൈറ്റിനെയും മിസ്സയെ അങ്ങനെ നിരീക്ഷിക്കുകയാണ്. തങ്ങളെ തന്നെ സൂക്ഷിച്ചു നോക്കുന്ന എല്ലിനോടായി ലൈറ്റ് പറഞ്ഞു, മിസ്സ, ഇതെന്റെ സുഹൃത്താണ്. അങ്ങനെ ലൈറ്റ് എല്ലിനെ ചൂണ്ടി പറഞ്ഞതും എല്ല് എണീറ്റ് അവരുടെ അടുത്തേക്ക് വന്നു. എല്ല് സ്വയം മിസ്സോട് പറഞ്ഞു, മിസ്സ, ഞാനും നിങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ ടിവിയിൽ തെളിഞ്ഞു നിൽക്കുന്ന ആളാണ്. എന്റെ പേര് ഹിദേഷി റിയൂക്കി എന്നാണ്. ഹിദേഷി റിയൂക്കി എന്ന് എല്ല് പറഞ്ഞപ്പോ മിസ്സ പെട്ടെന്ന് എന്തോ പറയാൻ പോകുന്നത് ലൈറ്റിന്റെ ശ്രദ്ധയപ്പെട്ടു. ലൈറ്റ് പെട്ടെന്ന് മിസ്സിന്റെ കയ്യിലേക്ക് പിടിച്ചു. മിസ് ദേഹത്തോട് ചേർത്തിട്ട് മിസ്സോട് പറഞ്ഞു, മിസ്സ, വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലൈറ്റ് മിസ്സയുമായി അല്പം മുന്നിലേക്ക് നടന്നു. പെട്ടെന്ന് ലൈറ്റ് മിസ്സയും കൊണ്ട് നടക്കുന്ന കണ്ടപ്പോ എല്ല് അവിടെ തന്നെ നിന്നു. മിസ്സയുമായി മുന്നോട്ട് നടക്കുന്നിടയിൽ ശബ്ദം താഴ്ത്തി ലൈറ്റ് മിസ്സയോട് പറഞ്ഞു, മിസ്സ, നീ ആ പേരിപ്പോ പറയരുത്. നീ പേര് പറഞ്ഞാൽ ഉറപ്പായും നീയാണ് ഡ്യൂപ്ലിക്കേറ്റ് കീരിയെന്ന് അവൻ മനസ്സിലാക്കും. അതാണ് എൽ. ഹിദേഷി റിയൂക്കി എന്ന് എല്ല് പറഞ്ഞ പേര് കള്ളമാണെന്ന് മിസ്സയ്ക്ക് ആ പേര് കേട്ടപ്പോഴേ മനസ്സിലായി. ഒരാളെ കാണുമ്പോൾ തന്നെ അയാളുടെ യഥാർത്ഥ പേര് മിസ്സയുടെ മനസ്സിൽ തെളിഞ്ഞു വരും. എല്ലിന്റെ യഥാർത്ഥ പേര് മിസ്സയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ പേരല്ലേ നിങ്ങളുടെ യഥാർത്ഥ പേരെന്ന് മിസ്സ ചോദിക്കാനായി പോയപ്പോഴാണ് ലൈറ്റ് കയറി ഇടപെട്ടത്. ലൈറ്റ് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ മിസ്സയ്ക്ക് വല്ലാത്ത കൗതുകം. എൽ എന്ന വ്യക്തിയെക്കുറിച്ച് അവൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇതാ അവൾ അവിടെ മുന്നിൽ എല്ലിനെ കാണുകയാണ്. ലൈറ്റിനൊപ്പം പ്രായമുള്ള ഒരു കൊച്ചു പയ്യൻസാണ് എൽ എന്നറിയപ്പെടുന്നത്. ശരിക്കും ലോകം മുഴുവൻ ആരാധിക്കുന്ന അതീവ ബുദ്ധിശക്തിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എല്ല് ഈ ചെറുപ്രായത്തിലുള്ള ഒരു പയ്യനായിരിക്കുമെന്ന് മിസ്സ ഒരിക്കലും കരുതിയിരുന്നതല്ല. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു അതിശയമുണ്ട്. ആ അതിശയം മനസ്സിലാക്കിക്കൊണ്ട് ലൈറ്റ് മിസ്സയോട് പറഞ്ഞു, മിസ്സ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ഒരു കാരണവശാലും ഇവിടെ വെച്ച് ഒരു ഭാവവും കാണിക്കരുത്. നോക്ക്, ഞാൻ തന്നെ വിളിക്കാം. അങ്ങനെ ലൈറ്റ് മിസ്സയോട് പറഞ്ഞ ആ നിമിഷത്തിൽ കുറെ കുട്ടികൾ അങ്ങോട്ടേക്ക് ഓടി വന്നു. മിസ്സ എന്ന് വിളിച്ചുകൊണ്ട് അവരൊക്കെ ഓടി വരുന്നത്. പെട്ടെന്നാണ് ലൈറ്റിനെയും മിസ്സയും അതുപോലെ എല്ലിനെയും ആ ടീം അങ്ങ് വളഞ്ഞത്. കോളേജിന്റെ ഒരു നല്ല ഭാഗം അങ്ങോട്ട് ഓടി വന്നതാണ്. ടീനേജ് സെൻസേഷനായ മിസ്സ ഷൂട്ടിങ്ങിനായി അവരുടെ കോളേജിൽ എത്തിയ വിവരം ആരൊക്കെയോ പറഞ്ഞ് ആ കുട്ടികൾ അറിഞ്ഞതാണ്.
വിവരമറിഞ്ഞ കുട്ടികൾ ഒന്നടങ്ങ് അങ്ങോട്ട് ഓടി വരികയാണ്. കുട്ടികൾ ഓടിപ്പോകുന്ന കാഴ്ച കണ്ട മറ്റു കുട്ടികളും അങ്ങോട്ട് ഓടുകയാണ്. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അവിടെ ഒരു ആൾക്കൂട്ടം അങ്ങ് രൂപപ്പെട്ടു. വന്നവരൊക്കെ മിസ്സിന്റെ പുറത്തു തൊടാൻ ശ്രമിക്കുകയാണ്. ആദ്യമൊക്കെ സ്നേഹത്തോടെ മിസ്സെ തൊടാനും സംസാരിക്കാനും കൈ കൊടുക്കാനും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെയാണ് ആളുകൾ ശ്രമിച്ചതെങ്കിലും പിന്നീട് വരുന്നവരൊക്കെ മിസ്സിന്റെ പുറത്ത് പിടിക്കാനും തുടങ്ങി. അവൾ പെട്ടെന്ന് ചോദിക്കും ചെയ്തു, ആരാ എന്നെ ബാക്കി പിടിച്ചേ? അങ്ങനെ മിസ് ചോദിച്ചപ്പോ ലൈറ്റും എല്ലും ശരിക്കും കൗതുകത്തോടെ ചുറ്റും നിൽക്കുന്ന പയ്യന്മാരെ നോക്കുകയാണ്. കിട്ടിയ അവസരം മുതലാക്കുന്ന കുറെ കോളേജ് പയ്യന്മാർ ആ കൂട്ടത്തിൽ ഉണ്ടെന്ന് വ്യക്തമാണ്. മിസ്സെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് ലൈറ്റ് പുറകോട്ട് പിടിക്കുമ്പോഴേക്കും ഒരു മുതിർന്ന സ്ത്രീ ഓടി അവിടെ എത്തി. ഒരു ചെറുപ്പക്കാരിയാണ്. ഓടിയെത്തിയ ആ സ്ത്രീ മിസ്സിയോട് പറഞ്ഞു, മിസ്സ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാറായി, എല്ലാം റെഡിയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ മിസ്സിന്റെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കുകയും ചെയ്തു. മിസ്സയും കൊണ്ട് അവളുടെ മാനേജർ നടക്കുന്ന കണ്ടതും അവിടെ ഓടിക്കൂടിയ കോളേജ് കൂട്ടം മിസ്സയ്ക്കും മാനേജർക്കൊപ്പം ഷൂട്ടിംഗ് പ്ലേസിലേക്ക് നീങ്ങി. ഇപ്പോ അവിടെ അവശേഷിക്കുന്നത് ലൈറ്റും എല്ലും മാത്രമാണ്. എല്ലും ലൈറ്റും മാത്രമായതും എല്ല് ലൈറ്റിനോട് പറഞ്ഞു, റേഷ്യോ ഞാനൊന്ന് വാഷ്റൂം വരെ പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് എല്ല് വാഷ്റൂമിൽ നിര നടന്നു. എല്ല് വാഷ്റൂമിനെതിരെ നടക്കുന്ന കണ്ട ലൈറ്റ് എല്ല് കണ്ണീന്ന് പറഞ്ഞതും അയാളുടെ കയ്യിലെ ഫോൺ എടുത്ത റേഷ്യോ ഡയൽ ചെയ്യാൻ തുടങ്ങിയത് മിസ്സയുടെ നമ്പറാണ്. മിസ്സയുടെ നമ്പറിൽ ഡയൽ ചെയ്തിട്ട് അവളോട് എല്ലിന്റെ യഥാർത്ഥ പേര് ഒന്ന് ചോദിക്കണം. യഥാർത്ഥ പേര് അറിഞ്ഞാൽ എല്ലിനെ ഏത് നിമിഷം വേണമെങ്കിലും ലൈറ്റിനെ കൊല്ലാൻ പറ്റും. ലൈറ്റ് മിസ്സയുടെ ആ ഫോൺ നമ്പർ ഒന്ന് ഡയൽ ചെയ്തു. ഫോൺ ഡയൽ ചെയ്തുകൊണ്ട് ലൈറ്റും വാഷ്റൂമിൽ നേരെ നടക്കുകയാണ്. വാഷ്റൂമിന് അടുത്തേക്ക് നടന്ന ലൈറ്റ് പെട്ടെന്നാണ് ആ കാഴ്ച കണ്ടത്. വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന എല്ലിന്റെ കയ്യിലിരിക്കുന്നത് മിസ്സയുടെ ഫോണാണ്. നേരത്തെ മിസ്സയെ ആ കോളേജ് കുട്ടികൾ വളഞ്ഞ നിമിഷത്തിൽ എല്ല് ആരെയും ശ്രദ്ധയപ്പെടാതെ മിസ്സയുടെ ബാഗിൽ നിന്ന് അവളുടെ ഫോൺ അടിച്ചു മാറ്റിയതാണ്. ആ ഫോണിലേക്കാണ് ഇപ്പൊ ഇതാ ലൈറ്റ് വിളിച്ചിരിക്കുന്നത്. എല്ല് ഫോൺ കയ്യിലെടുത്തപ്പോ കോൾ വിളിക്കുന്ന ആളുടെ പേര് വ്യക്തമായും അതിനകത്ത് എഴുതി കാണിക്കുകയാണ്, യാഗമി റേഷ്യൂ. ഫോണിലേക്ക് നോക്കുന്ന എല്ലിനെ മറഞ്ഞു നിൽക്കുന്ന ലൈറ്റിന് വ്യക്തമായും കാണാം. ലൈറ്റ് അല്പനേരം എല്ലിനെ നോക്കിയിട്ട് ഫോൺ കട്ട് ചെയ്തു. ആ നിമിഷത്തിൽ എല്ല് ആ ഫോൺ അയാളുടെ പോക്കറ്റിലേക്ക് വെച്ചതിന് ശേഷം വേറൊരു ഫോൺ കയ്യിലെടുത്തു. അയാളുടെ ഫോണിലെ ഒരു സ്പീഡ് ഡയൽ നമ്പർ ഡയൽ ചെയ്തിട്ട് സംസാരിക്കുന്നത് ലൈറ്റിന് കേൾക്കാം. എല്ലാം ശരിയല്ലേ? ഓക്കെ, അവളെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേക്ക്. 2-3 വാക്കുകളാണ് ലൈറ്റ് ഇപ്പൊ കേട്ടിരിക്കുന്നത്. എല്ലാം ശരിയല്ലേ എന്നൊരു വാക്കും ഓക്കെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് അവളെ എത്തിച്ചേക്ക് എന്നുള്ള വാക്കുമാണ് എല്ല് പറയുന്നതായി ലൈറ്റ് കേട്ടത്. ലൈറ്റ് പെട്ടെന്ന് അവൻ മറഞ്ഞു നിന്ന ഭാഗത്തു നിന്ന് മുൻഭാഗത്തേക്ക് വന്നു. ഈ നിമിഷത്തിൽ ഫോണ് പോക്കറ്റിലേക്ക് വെച്ചതിന് ശേഷം എല്ലും പുറത്തേക്ക് വന്നു. ആ ലൈറ്റ് ഒരു സംഭവം ഉണ്ടായിട്ടോ. പെട്ടെന്ന് ലൈറ്റിനെ കണ്ടപ്പോൾ എല്ല് ലൈറ്റിനോട് പറഞ്ഞു, എന്താ എൽ? ഏയ് ലൈറ്റ്, ആ ഡ്യൂപ്ലിക്കേറ്റ് കീരയില്ലേ, അത് ആരാണെന്ന് തിരിച്ചറിഞ്ഞു. ആഹാ, അതാരാണ്? ലൈറ്റ് കേട്ടോ, നീ ഞെട്ടും. നേരത്തെ ഇവിടെ വന്നില്ലേ നിന്റെ ആ ഗേൾ ഫ്രണ്ട് മിസ്സ, അവളാണ് ആ ഡ്യൂപ്ലിക്കേറ്റ് കീര. അവളിപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തു. കോളേജിൽ ഷൂട്ടിങ്ങിനായി വന്ന മിസ്സയെ പോലീസ് പൊക്കി എന്നാണ് എല്ല് ലൈറ്റിനോട് പറഞ്ഞത്. എല്ല് പറഞ്ഞ ആ വാചകം കേട്ട് ലൈറ്റ് ശരിക്കും അമ്പരപ്പോടെ എല്ലിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എല്ലോട് ചോദിച്ചു, ഹേയ് എൽ, സത്യമാണോ? അതേ ലൈറ്റ്, സത്യമാണ്. എൽ, ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ അവളെ പരിചയപ്പെട്ടത്. ശരിക്കും അവൾ ഡ്യൂപ്ലിക്കേറ്റ് കീരയാണോ? റേഷ്യൂ, അതെന്ത് ചോദ്യമാണ്? പോലീസിന് എന്തെങ്കിലും സൂചന കിട്ടാതെ അവർ ഈ ശൈലിയിൽ ഒരു അറസ്റ്റ് നടത്തൂ? ശരിക്കും കോളേജിനകത്ത് നിന്ന് മിസ്സിയെ പോലൊരു സെലിബ്രിറ്റിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും വാർത്താ പ്രാധാന്യമുള്ള കാര്യമാണ്. പത്രങ്ങളോ TV ചാനലുകളോ ഈ സംഭവം അറിഞ്ഞാൽ അവർ അത് ഒരു അടിപൊളി ന്യൂസാക്കും. ശരിക്കും ഒരു ബ്രേക്കിംഗ് ന്യൂസാവും. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധയപ്പെടാതെയാണ് മിസ്സിയെ പൊക്കിക്കൊണ്ടു പോയെന്ന് 100% ഉറപ്പാണ്. ഈ സംഭവം കഴിഞ്ഞ് കൃത്യം 10 മണിക്കൂറായപ്പോൾ ഒരു പാഴ്സൽ എല്ലിന്റെ ഓഫീസിലെത്തി. ആ പാഴ്സൽ സാക്ഷാൽ ഡ്യൂപ്ലിക്കേറ്റ് കീര അയച്ചിരിക്കുന്ന അതിനകത്തൊരു വീഡിയോ ടേപ്പാണ്. ലൈറ്റ് പിരിയുന്നതിന് മുമ്പ് മിസ്സിയോട് ലൈറ്റിനെ വീട്ടിൽ വെച്ച് ചെയ്യാൻ ആവശ്യപ്പെട്ട കാര്യം അവൾ ചെയ്തതിന് ശേഷമാണ് ഷൂട്ടിങ്ങിനായി അന്ന് കോളേജിലേക്ക് എത്തിയത്. അവളോട് ലൈറ്റ് പറഞ്ഞത് അവൾ കീരയെ അന്വേഷിക്കുന്ന പ്രക്രിയയിൽ നിന്ന് പിന്മാറിയെന്ന് പോലീസിനെ അറിയിക്കാനാണ്. വീഡിയോയിലും അക്കാര്യമാണ് സൂചിപ്പിച്ചത്. എല്ലും യാഗമയും മറ്റാളുകളും ചേർന്ന് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അവരും കണ്ടത് അതാണ്. ഡ്യൂപ്ലിക്കേറ്റ് കീര
കീരിയെ അന്വേഷിക്കുന്ന പരിപാടി നിർത്തിയെന്നും ഇനി ആളുകളെ കൊല്ലില്ലെന്നും കീരിയെ സഹായിക്കലാണ് ഡ്യൂപ്ലിക്കേറ്റ് കീരിയുടെ ലക്ഷ്യമെന്നാണ് ആ വീഡിയോ സൂചിപ്പിക്കുന്നത്. ഏറ്റവും അവസാനം ഒരു വാചകം കൂടി ആ ഡ്യൂപ്ലിക്കേറ്റ് കീര പറയുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് കീരയ്ക്കുള്ള ആ കഴിവ് ഡ്യൂപ്ലിക്കേറ്റ് കീര മറ്റാളുകളുമായി ഷെയർ ചെയ്യാൻ തയ്യാറാണ്. ഈ ജപ്പാനിലെ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ കണ്ടെത്താനും അവരെ ഇല്ലായ്മ ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റ് കീരയ്ക്ക് ലഭിച്ചിരിക്കുന്ന കഴിവ് മറ്റുള്ള ആളുകളുമായി ഷെയർ ചെയ്യുമ്പോൾ ശരിക്കും ആ കപ്പാസിറ്റി ഉള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. അത്രയും ആളുകൾ ജപ്പാനിൽ ഉണ്ടെങ്കിൽ പിന്നീട് ക്രിമിനൽ ആയിട്ടുള്ള ഒരാളും ജപ്പാനിൽ ഉണ്ടാകത്തില്ല. വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് കീര നടത്തിയിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് കേട്ടതും യാഗമി എല്ലിനോട് ചോദിച്ചു, എൽ, ഇതിപ്പോ പ്രശ്നമാകുമല്ലോ. ഒരു കീരയും ഡ്യൂപ്ലിക്കേറ്റ് കീരയും നമുക്ക് പ്രശ്നമായിരിക്കുമ്പോഴാണ് ഇത് അനവധി അതേ കപ്പാസിറ്റി ഉള്ള ആളുകൾ വരുമെന്ന് പറയുന്നത്. അങ്ങനെ യാഗമി പറഞ്ഞതും എല്ല് യാഗമിയോട് പറഞ്ഞു, യാഗമി, അതൊന്നും കാര്യമാക്കണ്ട. ഇതിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് കീരയുണ്ടല്ലോ, ആ ആളെ നമ്മൾ പിടിച്ചു. ഏയ്, എൽ ഡ്യൂപ്ലിക്കേറ്റ് കീര പിടിച്ചെന്നോ? അതേ യാഗമി, ആ ഡ്യൂപ്ലിക്കേറ്റ് കീര ആരെന്നറിയണ്ടേ? അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ മുന്നിലെ സിസ്റ്റത്തിൽ ഒന്ന് തൊട്ടതും ഒരു വിഷ്വൽ അവിടെ തെളിഞ്ഞു വരികയാണ്. സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ണ് കെട്ടി കൈയും കാലും കെട്ടി ഒരു തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ആ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത്. ഏകദേശം ഒരു 17-18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ് ആ സ്ക്രീനിൽ കാണുന്നത്. ആ സ്ക്രീനിൽ കാണുന്ന വിഷ്വലിലേക്ക് യാഗമിയും കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അമ്പരപ്പെട്ട് നോക്കുന്നുണ്ടതും എല്ല് അവരോട് പറഞ്ഞു, ഇതാണ് മിസ്സ, ഇവളാണ് ഡ്യൂപ്ലിക്കേറ്റ് കീര. ഇവള് ടി വിയിലേക്ക് വരുന്ന കുട്ടിയല്ലേ? കൊച്ചുകുട്ടികൾക്ക് ശരിക്കും ഇവിടെ ഒരു ഹരമാണ്. ഇവിടെ എനിക്കറിയാം. അതേ യാഗമി, കക്ഷി അത് തന്നെ. ഇവളാണ് യഥാർത്ഥത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് കീര. ഇവളാണ് ആ KTVക്ക് മുന്നിൽ വെച്ച് നമ്മുടെ കൂട്ടത്തിലെ ഒരാളെ കൊന്നതും മറ്റൊരു ചാനലിലെ ഒരു ന്യൂസ് റീഡറെ കൊന്നതും. 2 കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് കീരയാണ് ആ പെൺകുട്ടിയെന്ന് എല്ല് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ യാഗമിക്കും കൂടുതൽ ഉദ്യോഗസ്ഥർക്കും ഒരു മടി. അവർക്കൊക്കെ മിസ്സെ അറിയാം. അവൾ വളരെ ലൈവാണ്. ശരിക്കും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സുന്ദരി പെൺകുട്ടിയാണ് ഈ മിസ്സ എന്ന് പറയുന്നത്. ആ പെൺകുട്ടി അവരൊക്കെ ഭയപ്പെടുന്ന ശൈലിയിൽ ശരിക്കും അമാനുഷിക ശേഷിയുള്ള ഒരാളാണ് എന്ന് എല്ല് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ അവർക്കൊരു മടി. ആ ചിത്രത്തിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുന്ന യാഗമി പെട്ടെന്ന് എല്ലിനോട് ചോദിച്ചു, എൽ, അപ്പോ എൻ്റെ മകൻ്റെ മേലുള്ള സംശയമെല്ലാം മാറിയല്ലേ? യാഗമി, അവിടെയാണ് ഒരു പ്രശ്നം. എനിക്ക് നേരത്തെ 1% സംശയമേ മിസ്റ്റർ യാഗമി റേഷ്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ ആ സംശയത്തിൻ്റെ ശതമാനം തികച്ചും മാറിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 99% യാഗമി റേഷ്യു തന്നെയാണ് സാക്ഷാൽ കീര. നിങ്ങൾ എന്തായി പറയുന്നത്? യാഗമിയും കൂടുതൽ ആളുകളൊക്കെ ശരിക്കും ഞെട്ടിയാണ് ആ ചോദ്യം ചോദിക്കുന്നത്. യാഗമി, ശരിക്കും ഞാനൊരു കാര്യം പറയുമ്പോൾ ആലോചിച്ചാണ് പറയുന്നതെന്ന് അറിയാമല്ലോ. നിങ്ങളുടെ മകൻ യാഗമി റേഷ്യു കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടേക്കായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ആ സ്പേസ് സ്റ്റേഷനിൽ ബെൻവർ കൊല്ലപ്പെട്ട നിമിഷം മുതൽ ഞാൻ യാഗമിയുടെ മകനെ ഫോളോ ചെയ്യുന്നതാണ്. അതുമുതലുള്ള എല്ലാ ഇൻസിഡൻറ്റും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. ഇവിടെയൊക്കെ നിങ്ങളുടെ മകനും ആ സ്പോട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. നമ്മുടെ FBI ഉദ്യോഗസ്ഥരൊക്കെ മരിക്കുന്ന ദിവസം ട്രെയിനിൽ നിങ്ങളുടെ മകനും യാത്ര ചെയ്തിരുന്നു. ആ സ്പേസ് സ്റ്റേഷനിൽ ബെൻവർ കൊല്ലപ്പെടുമ്പോൾ അന്ന് അതുവഴി പോയ ബസ്സിൽ റേഷ്യോ ഉണ്ടായിരുന്നു. ഇതൊക്കെ യാദൃശ്ചികമായി സംഭവിച്ചതാണെന്ന് നമുക്ക് വാദത്തിന് വേണ്ടി പറയാമെങ്കിലും സത്യം അതൊന്നുമല്ല. യാഗമി, ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് മറ്റൊരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ചിലപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെട്ടേക്കാം. നിങ്ങൾ എന്തായി പറയുന്നത്? അതേ യാഗമി, ഞാൻ ഇന്നോ നാളെയോ കൊല്ലപ്പെടാനുള്ള സർവ്വസാധ്യതയുമുണ്ട്. ഹാർട്ട് അറ്റാക്ക് വന്നായിരിക്കും ഞാൻ മരിക്കുക. ഞാൻ മരിച്ചാലും നിങ്ങൾ
റേഷ്യു പ്രോസിക്യൂട്ട് ചെയ്യണം. എനിക്കറിയാം നിങ്ങൾ അച്ഛനും മകനുമാണ്. പക്ഷേ എനിക്ക് മറ്റൊരു കാര്യം അറിയാം. യാഗമി സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാണെന്ന്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജോലിയിൽ കളവ് കാണിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ കാര്യം നിങ്ങളോട് ഇപ്പോഴേ ഞാൻ പറയുന്നത്. യാഗമിയുടെ മകൻ യാഗമി റേഷ്യുയാണ് ജപ്പാനെ കിടുകിടാ വിറപ്പിക്കുന്ന ആ കീരി എന്ന അജ്ഞാത കൊലയാളി എന്ന് എല്ല് കണ്ടെത്തിയിരിക്കുകയാണ്. എല്ലിന് മറ്റൊരു കാര്യം കൂടി അറിയാം. ഏത് നിമിഷം വേണമെങ്കിലും താൻ കൊല്ലപ്പെടാം. എല്ല് അങ്ങനെ യാഗമിയുടെ പറഞ്ഞതും എല്ലിൻ്റെ ഫോൺ ശബ്ദിച്ചു. എല്ല് ഫോൺ എടുത്തപ്പോൾ തൊട്ടു പുറകെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ ഫോണിലെ പേര് കാണാം, യാഗമി റേഷ്യു. സാക്ഷാൽ റേഷ്യോ എല്ലിനെ വിളിക്കുകയാണ്. എല്ലിൻ്റെ ഫോൺ നമ്പർ അവർ പലരുടെ കയ്യിലുമില്ല. എല്ലിനെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ലാൻഡ് ഫോണിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റൂ. പക്ഷേ എല്ലിൻ്റെ കയ്യിലെ സെൽഫോണിലേക്ക് ഇതാ യാഗമി റേഷ്യോ വിളിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ഫോണ് സാക്ഷാൽ മിസ്സയുടെ ഫോണാണ്. യാഗമി റേഷ്യോ എന്ന ആ ഫോണിൽ എഴുതി കാണിച്ചതും ആ ഫോണിലേക്ക് നോക്കിയിട്ട് എല്ല് ആ ഫോണ് മേശപ്പുറത്തേക്ക് വെച്ചു. അയാൾ ആ ഫോണ് എടുക്കുന്നില്ല. അയാൾ ആ ഫോണിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഫോണ് കട്ടായി. ഫോൺ കട്ടാകുന്നതുവരെ ഒരു അക്ഷരം പോലും മിണ്ടാതെ ആ ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്ന എല്ല് ലാൻഡ് ഫോൺ കയ്യിലെടുത്തിട്ട് ആ ഫോണിനോട് പറഞ്ഞു, വളരെ സ്ക്രീൻ ഓപ്പൺ ആക്ക്. അടുത്ത നിമിഷം അവർക്ക് മുന്നിലുള്ള ചുവരിൽ ഒരു വലിയ സ്ക്രീൻ തെളിഞ്ഞു. തൊട്ട് മുന്നിലുള്ള ചുവര് പെട്ടെന്ന് അങ്ങ് സ്ക്രീനായി മാറുകയാണ്. ആ സ്ക്രീനിൽ അവർക്കിപ്പോൾ ഒരു കാഴ്ച കാണാം. നേരത്തെ ആ കമ്പ്യൂട്ടറിനകത്ത് അവർ കണ്ട ആ മിസ്സിയാണ് ഇപ്പോൾ അവരവിടെ കാണുന്നത്. ഇപ്പോൾ ഒരു വലിയ സ്ക്രീനിലാണ് കാണുന്നതെന്ന് മാത്രം. ആ സ്ക്രീനിൽ ഒരു തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന മിസ്സയെ നോക്കി എല്ല് അവളോട് പറഞ്ഞു, മിസ്സ, നിങ്ങളാണ് ഡ്യൂപ്ലിക്കേറ്റ് കീരിയെന്ന് ഞങ്ങൾക്ക് അറിയാം. മിസ്സ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹലോ, നിങ്ങൾ ആരാ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഡ്യൂപ്ലിക്കേറ്റ് കീരിയോ? അതെന്താ സംഭവം? മറുഭാഗത്ത് നിന്ന് മിസ്സിന്റെ ശബ്ദം സ്ക്രീനിലൂടെ വളരെ വ്യക്തമായി അവർക്ക് കേൾക്കാം. മിസ്സ, നീ ഡ്യൂപ്ലിക്കേറ്റ് കീരിയാണെന്നും നീ യഥാർത്ഥ കീരിയെ കണ്ടുവെന്നും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വീണ്ടും നിന്നോട് പറയുകയാണ്, ആരാണ് യഥാർത്ഥ കീര എന്ന് നീ പറഞ്ഞാൽ നിന്നെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് ചിലപ്പോൾ പറ്റിയേക്കും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഡ്യൂപ്ലിക്കേറ്റ് കീര, യഥാർത്ഥ കീര, എന്ത് കീര? നിങ്ങൾ ആരോടാ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? മിസ്സിന്റെ ശബ്ദം വീണ്ടും അങ്ങനെ തന്നെ കേൾക്കുകയാണ്. മിസ്സ, നീ എത്ര ബലം പിടിച്ചാലും നിനക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാനാവില്ല. ഓക്കെ, ഞാൻ പുറത്തേക്ക് പോകുന്നില്ല. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം. അതിൽ വേറെ വിരോധമൊന്നും നീക്കില്ലല്ലോ. മിസ്സ വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പെട്ടെന്ന് നടത്തിയത്. പെട്ടെന്ന് അവൾ മരണത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ എല്ല് അവളോട് ചോദിച്ചു, അതെ, നീ മരണം ആൾക്കാർക്ക് വാങ്ങിക്കൊടുക്കുന്ന ആളാണല്ലോ. ഞാൻ വീണ്ടും നിന്നോട് പറയുന്നു, അതേ മരണം നിന്നെ തേടി വരും മുമ്പ് നിനക്ക് രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഞാൻ നൽകാം. ആരാണ് കീര എന്ന് നീ പറഞ്ഞാൽ മാത്രം മതി. എനിക്കറിയാം നീയും കീരയും തമ്മിൽ കണ്ടുമുട്ടിയെന്നും സംസാരിച്ചുവെന്നും നിങ്ങൾ തമ്മിൽ ധാരണയിലെത്തിയെന്നും. നിങ്ങൾ ആരാ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. എനിക്ക് നിങ്ങളുടെ ഈ അസംബന്ധം കേൾക്കാൻ ഒരു താല്പര്യവുമില്ല. പ്ലീസ് എന്നെ ഒന്ന് കൊല്ലാമോ നോക്ക്. മിസ്സ, നീ എന്താ പറഞ്ഞേ? ഞാൻ അതാ പറഞ്ഞത്, എന്നെ ഒന്ന് കൊന്നു തരൂ. എന്നെ ശല്യം ചെയ്യുന്നതിന് ഒരു പരിധിയില്ലേ? എനിക്ക് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒട്ടും കൊണ്ട് ബോധ്യമാകുന്നില്ല. എനിക്ക് ജീവിച്ച് മടുത്തു. നിങ്ങൾ എന്നെ കൊന്നാ മതി. മിസ്സ, നീ അങ്ങനെയൊന്നും പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട. അങ്ങനെ വീണ്ടും എല്ല് പറഞ്ഞതും മിസ്സ വീണ്ടും ഉറക്കെ പറയുകയാണ്, പ്ലീസ് എന്നെ ഒന്ന് കൊല്ലൂ. അവളെ കൊല്ലാനായി വീണ്ടും വീണ്ടും മിസ്സ പറയുന്ന കേട്ടപ്പോൾ ശരിക്കും ഒരു അമ്പരപ്പ് സ്ക്രീനിലൂടെ ആ കാഴ്ച കാണുന്ന സകല ആളുകൾക്കും ഉണ്ട്. അതേ സമയത്ത് മിസ്സയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന റെമു മിസ്സയോട് ചോദിച്ചു, മിസ്സ, നിന്നെ കൊല്ലാനാണോ നീ എന്നോട് പറയുന്നത്? അതെ റെമു, നീ എന്നൊന്ന് കൊല്ലണം. മിസ്സ, അത് പറ്റത്തില്ല. എനിക്ക് നിന്നെ കൊല്ലാൻ പറ്റില്ല. റെമു, നീ എന്നെ കൊന്നേ പറ്റൂ. മിസ്സ സംസാരിക്കുമ്പോൾ ഉറക്കെയുള്ള ശബ്ദം മാത്രമാണ് സ്ക്രീനിലൂടെ വരുന്നത്. മിസ്സയുടെ ചുണ്ടനങ്ങുന്നതും
കിൽമി എന്ന് പറയുന്നതൊക്കെ സ്ക്രീനിലൂടെ കിട്ടുന്നുണ്ട്, ബാക്കി ഭാഗം വിസിബിൾ അല്ല. ഈ സംഭവം കഴിഞ്ഞ് ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞതും റിയൂക്കും ലൈറ്റും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മുറിയിലേക്ക് അതിവേഗതയിൽ റെമു കയറിയെത്തി. റെമുവിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ കണ്ണ് അടച്ച് തുറക്കുന്ന സമയം മതി. അയാളൊരു ഷിമിഗാമിയാണ്. പ്രകാശ വേഗതയിൽ സഞ്ചരിക്കാൻ അയാൾക്ക് പറ്റും. ഷിമിഗാമിയായ റെമു ലൈറ്റിന്റെ മുറിയിലേക്ക് കടന്നതും ലൈറ്റിനോട് പറഞ്ഞു, ഏയ് റേഷ്യോ, നീ എത്രയും പെട്ടെന്ന് ആ ഡെത്ത് നോട്ട് എനിക്ക് തരണം. ഏയ് റെമു, ഏത് ഡെത്ത് നോട്ട്? റേഷ്യോ, മിസ്സ നിനക്ക് നൽകിയ ആ ഡെത്ത് നോട്ട് നീ എനിക്ക് തിരിച്ചു തരണം. നീ ആ ഡെത്ത് നോട്ട് എനിക്ക് നൽകിയാൽ ആ നിമിഷം മിസ്സയും ഡെത്ത് നോട്ടും തമ്മിലുള്ള ബന്ധം അവസാനിക്കും. മിസ്സയ്ക്ക് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ഓർമ്മയുണ്ടായില്ല. റെമോ ആ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ശരിക്കും അതുവരെ റിയൂക്കും ലൈറ്റും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയത്തിന്റെ പരിഹാരമാണ് അവർക്ക് കിട്ടുന്നത്. മിസ്സയിൽ നിന്ന് എല്ല് വിവരം ശേഖരിച്ചാൽ ഉറപ്പായും ലൈറ്റ് അറസ്റ്റ് ചെയ്യപ്പെടും. അക്കാര്യം ലൈറ്റിന് നന്നായിട്ട് അറിയാം. മിസ്സ അവനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ എല്ലിനോട് പറയുമോ എന്ന് സംശയം റിയൂക്കിനോട് ലൈറ്റ് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ റെമു ആ മുറിയിലേക്ക് വന്നത്. റെമു പറഞ്ഞു കേട്ടതും ലൈറ്റ് ആ ഡെത്ത് നോട്ട് എടുത്ത് റെമുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. കയ്യിലേക്ക് ആ ഡെത്ത് നോട്ട് വാങ്ങിച്ച റെമു ലൈറ്റിനോട് പറഞ്ഞു, ഏയ് റേഷ്യോ, ഈ നിമിഷം മുതൽ അവൾ ഡെത്ത് നോട്ടുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും മറക്കുകയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു മാറ്റം എല്ലിൻ്റെ മുന്നിലുള്ള സ്ക്രീനിൽ ആ നിമിഷത്തിൽ ഉണ്ടായി. കണ്ണ് കെട്ടിപ്പെട്ടിരിക്കുന്ന മിസ്സ പെട്ടെന്ന് ഉറക്കെ വിളിക്കുകയാണ്, ഹലോ, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. നേരത്തെ സംസാരിച്ചിരുന്ന മിസ്സയിൽ നിന്ന് ലേശം വ്യത്യാസമുള്ള ശൈലിയിലുള്ള ഒരു സംഭാഷണം പെട്ടെന്ന് അവർ കേൾക്കുകയാണ്. ഒരു കൗതുകം തോന്നിയ എല്ല് പെട്ടെന്ന് മിസ്സയോട് ചോദിച്ചു, മിസ്സ, നിനക്ക് റേഷ്യോ അറിയൂ? ഏയ് സ്ട്രേഞ്ചർ, റേഷ്യോ എൻ്റെ ബോയ് ഫ്രണ്ടാണ്, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. എന്തേ അങ്ങനെ ചോദിച്ച്? ഏയ് ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഹലോ, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം, എന്നൊന്ന് ബാത്റൂമിൽ വിടുവോ? ഏയ് മിസ്സ, നീ നേരത്തെ ബാത്റൂമിൽ പോയില്ലേ ഉള്ളൂ, ഉടൻ ബാത്റൂമിൽ പോകാൻ പറ്റില്ല. എല്ലാം ഉടൻ തന്നെ മറുപടി കൊടുക്കുകയാണ്. മറുപടി കേട്ടതും മിസ്സ എല്ലിനോടായി പറഞ്ഞു, ഏയ് മിസ്റ്റർ, എനിക്ക് ബാത്റൂമിൽ പോയേ പറ്റൂ. മിസ്സ അങ്ങനെ എല്ലിനോട് സംസാരിക്കുമ്പോൾ എല്ലും യാഗമിയും കൂടുതലുള്ള ആളുകളുമൊക്കെ സ്വാഭാവികമായും ആ കാര്യം ചർച്ച ചെയ്യുകയാണ്. പെട്ടെന്ന് ഒരു മാറ്റം മിസ്സയ്ക്ക് ഉണ്ടായിരിക്കുകയാണ്. അതുവരെ അവളെ കൊല്ലൂ എന്ന് അവൾ അഭ്യർത്ഥിച്ചിരുന്നതാണ്. പെട്ടെന്നാണ് അവളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നിരിക്കുന്നത്. ഇപ്പൊ അവൾക്ക് റേഷ്യോ പരിചയമുണ്ട്. നേരത്തെ അവൾക്ക് റേഷ്യോ പരിചയം ഉണ്ടായിരുന്നില്ല. റേഷ്യോയെക്കുറിച്ച് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഏത് റേഷ്യോ എന്നാണ് അവൾ ചോദിച്ചത്. ഇപ്പൊ ഇതാ അവൾ റേഷ്യോ അവളുടെ ബോയ് ഫ്രണ്ടാണെന്ന് അങ്ങ് സമ്മതിക്കുകയാണ്. എന്തോ ഒരു മാറ്റം ആ മുറിക്കുള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ആ സംഭവിച്ചതെന്ന് സ്ക്രീനിൽ കൂടെ ആ കാഴ്ച കാണുന്ന അവർക്ക് കൊണ്ട് മനസ്സിലായില്ലെന്ന് മാത്രം. അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ റിസപ്ഷനിൽ നിന്ന് ഒരു കോള് വന്നു. ഫോണെടുത്ത് എല്ലിനോടായി റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, സർ, മിസ്റ്റർ യാഗമി റേഷ്യോ എത്തിയിരിക്കുന്നു. ആ വാചകം ഫോണിലൂടെ കേട്ടതും എല്ല് യാഗമിയോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ എത്തിയിരിക്കുകയാണ്. റേഷ്യോ ഇങ്ങോട്ട് വന്നോ? അതെ, റേഷ്യോ വന്നിരിക്കുകയാണ്. ഏതാനും മിനിറ്റ് കഴിഞ്ഞതും യാഗമി റേഷ്യോ ഒരാൾക്കൊപ്പം അകത്തേക്ക് വന്നു. അവിടെ ആളുകളെ കൊണ്ടുവരാനായി റിസപ്ഷനിൽ വേറെ ആൾ നിൽപ്പുണ്ട്. അയാൾ വഴി മാത്രമേ ആ മുറിയിലേക്ക് ആർക്കും വരാൻ പറ്റൂ. യാഗമി റേഷ്യോയെ ശരിക്കും ബോഡി പരിശോധന നടത്തി ക്യാമറയും ഫോണും ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് മുകളിലേക്ക് കൊണ്ടുവരുന്നത്. റേഷ്യോ അകത്തേക്ക് വന്നതും എല്ലിനോടായി റേഷ്യോ ചോദിച്ചു, ഏയ് എൽ, നിങ്ങൾക്ക് എന്നെ ആകെ സംശയമാണല്ലേ? റേഷ്യോ, അതെന്താ അങ്ങനെ ചോദിച്ചത്? നോക്കൂ എൽ, എന്നോട് മിസ്സ് സംസാരിക്കുന്നത് കണ്ടിട്ടല്ലേ നിങ്ങൾ മിസ്സിയെ അറസ്റ്റ് ചെയ്തത്? നിങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ കീരിയാണെന്ന് ധരിച്ചിരിക്കുകയല്ലേ? മോനെ, അത് എല്ലാം സംശയം കൊണ്ട് ചോദിക്കുന്നല്ലേ? യാഗമി പെട്ടെന്ന് ഇടയിൽ കയറി റേഷ്യോട് അങ്ങനെ പറഞ്ഞതും റേഷ്യോ അവൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, അങ്ങനെ അല്ല, മിസ്റ്റർ എല്ല് പറയുന്ന പോലെ എനിക്കൊരു സംശയമുണ്ട്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി എനിക്ക് ആ സംശയം കൂടിക്കൂടി വരികയാണ്. എനിക്കെന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനാണോ കീരിയെന്ന് ഒരു സംശയം എനിക്കുണ്ട്. മിസ്റ്റർ എൽ എന്നെ കാണുമ്പോഴൊക്കെ എന്നോട് പറയുന്നത് ഞാൻ കീരിയാണെന്നാണ്. എനിക്ക് എന്നെ ഇപ്പോൾ ഒരു സംശയം, ഞാൻ കീരിയാണോ എന്ന്. ഏയ് റേഷ്യോ, മോനെ, നീ എന്തായി പറയുന്നത്? നീ കീരിയാണെന്ന് നിനക്കെന്നെ സംശയമൊന്നോ? അതെ അച്ഛാ,
എനിക്കൊരു സംശയം, ലൈറ്റിന്റെ ആ വാചകം ശരിക്കും കൗതുകപൂർവ്വമാണ് എല്ല് കാണുന്നത്. ഇവനെന്താ പുതിയ ഗെയിമുമായി ഇറങ്ങിയിരിക്കുകയാണ്? അവൻ സ്വയം കീരിയാണെന്ന് സമ്മതിക്കുകയാണല്ലോ. എൽ, നിങ്ങൾ പറയും പോലെ ഞാൻ കീരിയാണോ എന്ന് അറിയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നിങ്ങൾ എന്നെ തടവിലാക്കുക. ലൈറ്റ് തന്നെ അങ്ങോട്ടൊരു നിർദ്ദേശം വെച്ചു. റേഷ്യോ, മോനെ നീ എന്തായി പറയുന്നത്? നിന്നെ കീരിയാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്താൽ അത് വലിയ പ്രശ്നമാവില്ലേ? മോനെ നിനക്ക് കോളേജിൽ പോണ്ടേ? അച്ഛൻ അറിയാമല്ലോ, ഞാൻ കുറച്ചു ദിവസം കോളേജിൽ പോയില്ലെങ്കിലും ഒരു കാരണവശാലും ഞാൻ പരാജയപ്പെടില്ല എന്ന്. ഇനി 1-2 കൊല്ലം ഞാൻ പോയില്ലെങ്കിലും ഞാൻ പരാജയപ്പെടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അതൊക്കെ ഞാൻ കവർ ചെയ്തോളാം. പക്ഷെ ഇവിടെ വിഷയം ഞാനാണ് കീരിയെന്ന് എല്ലാം സംശയിക്കുന്നു എന്നുള്ളതാണ്. ആ സംശയത്തിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് തന്നെ ഒരു വല്ലാത്ത അസ്വസ്ഥത ഫീൽ ചെയ്യുകയാണ്. മോനെ നീ എന്തായി പറയുന്നത്? ഞാൻ പറയുന്നത് ശരിക്കും ഒരു പരിഹാരമാണ്. എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിക്കട്ടെ, എന്നിട്ട് കീരയെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കൂ. ഞാനാണ് കീരയെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ തടവിലല്ലേ. ഈ സമയത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നു എന്ന് നോക്കുക. കീര ആ സമയത്തും ആക്റ്റീവ് ആണെങ്കിൽ പിന്നെ എന്നെ ആരും സംശയിക്കില്ലല്ലോ. ശരിക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ യാഗമി റേഷ്യോ മുന്നോട്ട് വയ്ക്കുന്നത്. അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക. അവൻ ജയിലിലായിരിക്കുന്ന സമയത്ത് കീര പുറത്തുണ്ടെങ്കിൽ പിന്നെ അവനെ ആരും കീര എന്ന് പറഞ്ഞ് സംബോധന ചെയ്യില്ലല്ലോ. വളരെ യുക്തിഭദ്രമായി യാഗമി റേഷ്യോ ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ എല്ല് വല്ലാത്തൊരു അമ്പരപ്പോടുകൂടി ലൈറ്റിനെ തന്നെ നോക്കുകയാണ്. ഇവൻ ശരിക്കും ഒരു കളി കളിക്കുകയാണല്ലോ. എന്തോ ഒരു കുരുക്ക് തനിക്ക് മേൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു തോന്നലാണ് പെട്ടെന്ന് എല്ലിനുണ്ടായത്. എന്തായാലും യാഗമി റേഷ്യോ ഇങ്ങോട്ട് വന്ന് സ്വയം കീഴടങ്ങുമ്പോൾ ഒരു കുരുക്ക് പ്രതീക്ഷിച്ചേ പറ്റൂ. ആ ഒരു ചിന്തയാണ് എല്ലിൻ്റെ മനസ്സിലുള്ളത്. അതേസമയത്ത് യാഗമി റേഷ്യോയുടെ അച്ഛൻ യാഗമിയുടെ മനസ്സിൽ മറ്റൊരു ചിന്തയാണ്. തൻ്റെ മകൻ നിരപരാധി ആയതുകൊണ്ട് സ്വയം അത് തെളിയിക്കാനായി ഒരു ശ്രമം നടത്തുന്നതാണ്. ഇതേ സമയത്ത് മറ്റൊരു മുറിയിൽ മിസ്സ വല്ലാത്ത പ്രതീക്ഷയോടുകൂടി റേഷ്യോ കാത്തിരിക്കുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ഡെത്ത് നോട്ടിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.